സുരേഷ് ചേട്ടനെ കുറിച്ച് വീഡിയോ ചെയ്യുന്ന ആളുകൾ 3 തരം. ആദ്യത്തവന്മാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവന്മാർ സംഖ്യ ആയിരിക്കും. സംഖ്യ ആയതിനെ കൊണ്ട് തന്നെ സുരേഷ് ചേട്ടൻ എന്ത് കോമാളിത്തരം കാണിച്ചു വെച്ചാലും നല്ലതേ പറയുള്ളൂ. രണ്ടാമത്തെ കാറ്റഗറിയിലുള്ള ആളുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർ സുരേഷ് ചേട്ടൻ നല്ല കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ധൈര്യത്തോടെ പറയും നല്ലതാണ് ചെയ്തു വെച്ചതെന്ന്. മണ്ടത്തരം ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് പറഞ്ഞു തരും മണ്ടത്തരം തന്നെയാണ് ചെയ്തതെന്ന്. മൂന്നാമത്തെ കാറ്റഗറിയിലുള്ള ആളുകൾ ചെയ്യുന്ന വീഡിയോ കാണാനാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ആളുകളുള്ളത്. ട്രോൾ വീഡിയോ. സുരേഷ് ചേട്ടനെ മാത്രം ട്രോളിട്ട് ജീവിക്കുന്ന ആൾക്കാരായി എനിക്കറിയാം. ഈ 3 കാറ്റഗറിയിലുള്ള ആളുകളിൽ എന്നെ നിങ്ങൾ ഏത് കാറ്റഗറിയിൽ പെടുത്തുമെന്ന് കമന്റ് ചെയ്യുക. എന്തായാലും കഴിഞ്ഞ ആഴ്ച സുരേഷ് ചേട്ടൻ സോഷ്യൽ മീഡിയയിൽ വിളയാടിയതാണ്. ചിരിക്കാനുണ്ട്, ചിന്തിക്കാനുണ്ട്, കരയാനുണ്ട്. അതൊക്കെ നമുക്ക് കാണാം. ഇതൊരിക്കലും മറക്കാനൊക്കത്തില്ല. സുരേഷ് ചേട്ടൻ ഇതൊരിക്കലും മറക്കാൻ ഒക്കത്തില്ല എന്ന് പറഞ്ഞത് 12 പെൺകുട്ടികളുടെ കല്യാണ സമയം മാറ്റിവെച്ചത് കൊണ്ടൊന്നല്ല. ഇതൊരിക്കലും മറക്കാനൊക്കത്തില്ല. സുരേഷ് ചേട്ടന്റെ മകളുടെ കല്യാണത്തിന് എക്കാലവും സൂപ്പർ സ്റ്റാറായി മലയാളികളുടെ ഇടയിൽ വിളയാട്ടിക്കൊണ്ട് നിൽക്കുന്ന മമ്മൂക്ക വന്നത് കൊണ്ടുമല്ല. എടുക്കുന്ന പടമൊക്കെ 8 നിലയിൽ പൊട്ടുന്ന മോഹൻലാൽ വന്നതുകൊണ്ടുമല്ല. സുരേഷ് ചേട്ടന്റെ മകളുടെ കല്യാണത്തിന് ആര് വന്നതുകൊണ്ടാണ് സുരേഷ് ചേട്ടനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത സംഭവമായിട്ട് ഇത് മാറിയതെന്നറിയാമോ? അത് ഇന്ത്യയുടെ രാജാവ് വന്നതുകൊണ്ടാണ്. സുരേഷ് ചേട്ടന്റെ മകളുടെ കല്യാണത്തിന് അറിയപ്പെട്ട എല്ലാ ആളുകളും വന്നിരുന്നു. അവരെയൊക്കെ പരിചരിക്കണ്ടേ? പരിചരിക്കാൻ വേണ്ടിയിട്ട് എന്താ സെറ്റപ്പ് എന്ന് സുരേഷ് ചേട്ടൻ തന്നെ പാതിരാക്ക് വന്ന് നോക്കി. അപ്പോൾ സെറ്റപ്പ് ഒക്കെ ഓക്കെ ആണെന്ന് സുരേഷ് ചേട്ടനിക്ക് മനസ്സിലായി. ആഡംബരത്തിനൊന്നും ഒരു കുറവില്ല. ആഡംബരം എന്ന് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. സുരേഷ് ചേട്ടൻ ഒരു നാടകം അവതരിപ്പിച്ചിരുന്നു. ആ നാടകത്തിന്റെ പേര് മാതാവിനൊരു കിരീടം ഞങ്ങൾക്കൊരു വോട്ട്. മാതാവിനൊരു കിരീടം BJPക്ക് ഒരു വോട്ട്. അതാണ് നാടകത്തിന്റെ പേര്. അങ്ങനെ നാടകം മുന്നേറിക്കൊണ്ട് നിൽക്കുകയാണ്. എടാ, എനിക്ക് സംഖ്യകളുടെ സ്വഭാവം മനസ്സിലാവുന്നില്ല കേട്ടാ. കേരളത്തിൽ മാതാവിന് കിരീടം ഇട്ട് കൊടുക്കുന്നു. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. നോർത്ത് ഇന്ത്യയിൽ മാതാവിന്റെ പ്രതിമ തല്ലിപ്പൊട്ടിക്കുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സംഖ്യകളുടെ കറക്റ്റ് അജണ്ട എന്താണെന്ന് അറിയുമെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. കാരണം കേരളത്തിൽ മാതാവിന് കിരീടം ഇട്ട് കൊടുക്കുന്നു, നോർത്ത് ഇന്ത്യയിൽ മാതാവിന്റെ കിരീടം തല്ലിപ്പൊട്ടിക്കുന്നു. കേരളത്തിൽ അറിയപ്പെടുന്ന എല്ലാ സംഖ്യകളും നമ്മുടെ കമന്റ് ബോക്സിൽ ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ അജണ്ട എന്താണെന്ന് നിങ്ങൾ തന്നെ എഴുതി വിടുക. നോർത്ത് ഇന്ത്യയിൽ ഒരു അജണ്ട, കേരളത്തിൽ ഒരു അജണ്ടയാണോ? അതാണ് ഉദ്ദേശിച്ച് വരുന്നത്. അതെ, സുരേഷ് ചേട്ടൻ അഭിനയ സിംഹമാണെന്ന് ഞാൻ കുറെ കാലം മുൻപ് തന്നെ പറഞ്ഞതാണ്. അതിന്റെ ഒരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. അഭിനയ സിംഹമേ, ജീവിതത്തിൽ ഇത്രയും മനോഹരമായിട്ട് അഭിനയിക്കുന്നോ? സിനിമയിൽ നല്ലൊരു നടനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ജീവിതത്തിലും മനോഹരമായിട്ട് അഭിനയിക്കുന്ന ഒരാളാണ് സുരേഷ് ചേട്ടൻ. മണിപ്പൂരിൽ 190 സ്ത്രീകളെ വെട്ടിപ്പോളുന്ന ആൾക്കാരാണ് ഇവര്. ഇവര് വെച്ചു കൊടുക്കുന്ന കിരീടം മാതാവിന് ഇഷ്ടപ്പെടോ? ഇല്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. ചിരിക്കാനുണ്ട്, ചിന്തിക്കാനുണ്ട്. അതാണ് ഞാൻ ഫസ്റ്റേ പറഞ്ഞത്. ചിരിക്കാനുണ്ട്, ചിന്തിക്കാനുണ്ടെന്ന്. ചിരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ സുരേഷ് ചേട്ടൻ ചീറ്റിപ്പോയി. ചിന്തിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ മാതാവിന്റെ തലയിൽ നിന്ന് അതങ്ങനെ വീണിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തോ ചതി മണക്കുന്നുണ്ട് ഇതില്. അതെന്തായാലും ക്രിസ്ത്യാനികളൊക്കെ മനസ്സിലാക്കാം. എനിക്കല്ല, എന്റെ സഹപ്രവർത്തകർക്ക്, മറ്റു വധൂവരന്മാർക്ക് ഒരുപാട് സന്തോഷം. അദ്ദേഹം വർഷിച്ചിട്ടാണ് പോയത്. വർഷിക്കട്ടെ. പോളിംഗ് ബൂത്തിൽ നിങ്ങളുടെ ചിഹ്നത്തിൽ, സുരേഷ് ചേട്ടന്റെ ചിഹ്നത്തിൽ തീർച്ചയായിട്ടും എല്ലാവരും വർഷിക്കട്ടെ. എനിക്ക് വേറൊന്നും പറയാനില്ല. സുരേഷ് ചേട്ടാ, നിങ്ങളുടെ കാരണം എനിക്ക് 2-3 ദിവസമായിട്ട് ചിരി നിർത്താൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിൽ നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ചെറിയ വീഡിയോ പോയി ഫോളോ ചെയ്യാം.